അനോമി, ദ ഇക്വേഷൻ ഓഫ് ഡെത്ത്. അനോമി, പൊതുവായ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. ദ ഇക്വേഷൻ ഓഫ് ഡെത്ത്, മരണസമവാക്യം. വീണ്ടും ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ. അനോമിയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയ് എന്നതാണ് ഒരു പ്രത്യേകത. റിയാസ് മാരത്ത് കഥയെഴുതി ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്നു. സുജിത് സാരംഗിൻ്റെ സിനിമാറ്റോഗ്രാഫിയും സുപ്രസിദ്ധനായ ഹർഷവർദ്ധൻ രാമേശ്വരൻ്റെ മ്യൂസിക്കും മികവ് പുലർത്തുന്നു. റഹ്മാൻ, ഭാവന, വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ എന്നിവർ മികച്ച അഭിനയം കാഴ്ചവെക്കുന്നു. സഹോദരന്റെ തിരോധാനവും അയാളെ കണ്ടെത്താനുള്ള പ്രയാസങ്ങൾക്കിടയിൽ പിന്തിരിയാൻ കൂട്ടാക്കാത്ത സഹോദരിയുടെ നിശ്ചയദാർഢ്യവും പിന്നെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരു ത്രില്ലറിനാവശ്യമായ എല്ലാ ചേരുവകളും. BGM, ആക്ഷൻ, സസ്പെൻസ്, സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, ഇമോഷൻസ് എല്ലാമുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ പുതിയ സാങ്കേതിക മേന്മകളോടെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി പറയാം. ഫോറൻസിക് ഉദ്യോഗസ്ഥയായ സാറ ഫിലിപ്പ് എന്ന കഥാപാത്രമായി ഭാവനയും വ്യത്യസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായി റഹ്മാനും സിനിമയുടെ ഹൈലൈറ്റാണ്. ഹണ്ട് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഭാവന എത്തുന്നത്. 2024 ഇറങ്ങിയ ബാഡ് ബോയ്സ് ആണ് റഹ്മാന്റെ ഒടുവിലത്തെ ചിത്രം. ഫസൽ ബക്കറിന്റെ ശബ്ദമിശ്രണം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന് മഞ്ഞുമൽ ബോയ്സിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. ഈ കുറ്റാന്വേഷണ സിനിമയുടെ മേക്കിങ്ങിലെ പുതുമ നിങ്ങൾക്കും ഇഷ്ടമാകും. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ.